ഹലോ. കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ. അമ്മ 2 ദിവസമായിട്ട് ഒരു ആഗ്രഹം പറയുന്നുണ്ട്, ബീച്ചിലൊന്ന് പോകണമെന്ന്. അനിയത്തെ വിളിച്ച് സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ അവളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവൾ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് പോയി കളയാന്ന്. പണ്ടൊക്കെ ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ ഞങ്ങളുടെ അപ്പച്ചൻ എല്ലാ ഞായറാഴ്ചയും ഞങ്ങളെ ബീച്ചിലോ പാർക്കിലോ സിനിമയ്ക്കോ ഒക്കെ കൊണ്ടുപോകുമായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അവർ ഒരുമിച്ച് പോലും ഒരിടത്തും പോയിട്ടില്ല. അമ്മ അങ്ങനെ കുറേ നാളായി വീടിനകത്ത് ഒരിടത്തും പോവാതിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം പിന്നെ അമ്മയുടെ ഈ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ മക്കളാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ആശ ചേച്ചിയും വെൻഷി ചേച്ചിയും കൂടി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഓട്ടോ എടുത്ത് നേരെ പുത്തൻതോട്ട് ബീച്ചിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു 2:30-3 മണി ആയിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുമില്ല. ആളും ബഹളം ഇല്ലാതെ ശാന്തമായിട്ട് കിടക്കുമായിരുന്നു കടൽ. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ഓടിക്കളിക്കുകയും കണ്ട ഊഞ്ഞാലിലൊക്കെ കയറി ഇരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ക്രിസ്ത്യാനോയ്ക്കും എവലിനും ഇത് ശരിക്കും ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ. അവർ കടൽ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ കടലിലേക്ക് ഇറങ്ങുന്നതൊക്കെ ആദ്യമായിട്ടാണ്. വെയിലൊന്ന് മാറുന്നത് വരെ ഞങ്ങൾ കരയിൽ തന്നെ കുറച്ച് നേരം സമയം ചെലവഴിച്ചു. ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ ഇവിടെയൊക്കെ നടന്നപ്പോഴേക്കും വെയിലൊക്കെ ഒന്ന് പതുക്കെ ആറി തുടങ്ങി. അപ്പോഴേക്കും തിരക്കും കൂടി തുടങ്ങി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബീച്ചിൽ വരുന്നത്. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഇങ്ങോട്ടുള്ളൂ. ഞാനിതിനെപ്പറ്റി കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഇതുവരെ വരാനുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും തിരക്ക് നന്നായിട്ട് കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. കടൽ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര നൊസ്റ്റാൾജിയായെന്ന് പറഞ്ഞു. ഫോട്ടോച്ചി ബീച്ചിൽ എപ്പോഴും പോകുന്നതാണെങ്കിലും ഇങ്ങനെ കടലിൽ ഇറങ്ങി കളിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ കുറവാണ്. അപകടങ്ങൾ കൂടുതലായതുകൊണ്ടാണ്. ഇവിടെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഒരുപാട് ആളുകൾ വരുന്ന ബീച്ചാണിത്. പക്ഷേ ആരും ആരെയും ശ്രദ്ധിക്കാതെ അവരവരുടെ സന്തോഷങ്ങൾ കണ്ടെത്തുവാണ് ഇവിടെ.